എങ്കിൽ ഇരയ്യരമണി ആ കിച്ചന് കൊടുക്കണേ. മകന് ലഭിക്കേണ്ട എല്ലാ സ്നേഹ പരിലാളനകൾക്കുമൊപ്പം ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ട ഏർപ്പാടുകളും കുമരച്ചൻ ചെയ്തു. മഹാപണ്ഡിതനും ആയോധന കലയിൽ അഗ്രഗണ്യനും മാന്ത്രികനും വൈദ്യശിരോമണിയുമായ കൂടാളിത്തറയിൽ കുട്ടിക്കൃഷ്ണൻ ഗുരുക്കളായിരുന്നു മന്ദപ്പന്റെ ഗുരു. ഗുരുക്കളുടെ പ്രിയ ശിഷ്യനായി മന്ദപ്പൻ വളരെ വേഗം അറിവുകളും അടവുകളും സ്വായത്തമാക്കിക്കൊണ്ടേയിരുന്നു. എല്ലാവരുടെയും പുരയിലേക്ക് പോകണം കേട്ടാ. കേമനല്ലേ ബഹു കേമൻ. മന്ദരം പോലെ ഒരു മകനെ കിട്ടുന്നത് നിങ്ങളെ ഭാഗ്യം വെച്ചാ ഒരടവ് ഞാൻ കാണിച്ചു കൊടുത്താ മറ്റു കുട്ടികൾക്കാവും വേഗത്തിൽ ഇവൻ പഠിക്കും. അത്ര നല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോയിനെ പോലെ ഒരു വസ്തു പറഞ്ഞേക്കൂല. എല്ലാവരും കൂട്ടിപ്പോന്ന് വിചാരിച്ചിട്ട് ആർന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് വരും. അച്ഛന്റെ തനി സ്വഭാവം പറയുന്നോട്ടാണ്. ഒരു ചെക്കൻ രാവിലെ തന്നെ വന്നിട്ട് എന്നോട് പറയുന്നടാ, അച്ഛാ ഞാൻ അച്ഛമ്മേനെ മംഗലം കഴിക്കും. നിന്റെ അമ്മേനെയാ? ഞാൻ പറഞ്ഞു മോനെ അത് എന്റെ അമ്മയല്ലേടാന്ന് പറഞ്ഞു. ചെക്കനെ എടുത്തേം വൈക്കാൻ എന്നോടൊരു ചോദ്യം, നിങ്ങൾക്ക് എന്റെ അമ്മേനെ മംഗലം കഴിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ അമ്മേനെ എനക്കും മംഗലം കഴിക്കാൻ. ഞാൻ എന്നായി നീ ഇവനോട് പറയണ്ടേ? ഓനോടൊന്നും പറയണ്ട, അമ്മയോടൊന്നും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഒരു വസ്തു പറഞ്ഞാക്കൂല. നീ എന്റെ വീട്ടിന്റെ അപ്പുറം ഒഴിഞ്ഞ വീട് കണ്ടാ നീ? ആ ഒരു ഓട്ട വീട്. ആരാരെങ്കിലും വാടകയ്ക്ക് വരാൻ നോക്കിയാ ഇവൻ വിടുന്നില്ലടോ, കല്ലുകൊടുക്കരിഞ്ഞിട്ട്. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു കുടുംബാടെ വാടകയ്ക്ക് വന്നു. എന്നേരേ ചെക്കൻ തുടങ്ങി, അച്ഛാ ഞാൻ നാടെ പോട്ടെ.